ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടീനേജുകാരുടെ സ്കിൻ കെയറിനെ പറ്റിയിട്ടാണ്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ടീനേജ് പ്രത്യേകിച്ച് ഞാനൊക്കെ ടീനേജ് ആയിരുന്നപ്പോൾ ഞാനൊക്കെ വിചാരിച്ചത് എന്റെ സ്കിൻ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ഏജ് എന്ന് പറഞ്ഞ ടീനേജ് ആണ്. കാരണം ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലാണ്, മോക്കുരു ഉണ്ട്, ഓപ്പൺ പോസ് ഉണ്ട്, എല്ലാ പണ്ടാരങ്ങളും നമ്മുടെ മുഖത്തുണ്ട്. സത്യത്തില് ഇതാണ് നിങ്ങളുടെ സ്കിന്നിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഒന്നും ഡാമേജ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല നിങ്ങളുടെ സ്കിന്നിന് റീജുവനേറ്റിംഗ് എബിലിറ്റി ഇല്ലേ, റീജനറേറ്റിംഗ് എബിലിറ്റി ഒക്കെ ഇപ്പൊ ഹൈ ആയിട്ടിരിക്കുന്ന ടൈമാണ്. സോ ഇതാണ് നിങ്ങളുടെ സ്കിന്നിന്റെ ബെസ്റ്റ് ടൈം. ട്രസ്റ്റ് മീ, ഇതാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ കഷ്ടപ്പാടാണ്. ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല സ്കിൻ കിട്ടുകയും ചെയ്യും. ടീനേജ് സ്കിൻ കെയർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കിൻ കൺസേൺ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസേൺ ആവുന്നതെന്ന് വെച്ചാൽ അവരുടെ മോക്കുരുവിന്റെ കാര്യത്തിലാണ്. ഈ മോക്കുരു കൂടുതലായിട്ട് ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള സ്കിൻ കെയർ പിമ്പിൾ സ്കിൻ കെയർ റൊട്ടീൻ ചില സമയത്ത് വർക്ക് ചെയ്യണം എന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുന്നത്, സ്ട്രെസ് വരും, സ്കിൻ കെയർ വർക്ക് ചെയ്യാതാകുമ്പോഴത്തേക്ക്. കാര്യം ഓൾറെഡി ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് നമ്മൾ കുറെ സ്കിൻ കെയർ ചെയ്താൽ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനേ പറ്റും. കംപ്ലീറ്റ്ലി അത് ഡിസപ്പിയർ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ സ്ട്രെസ് ഔട്ട് ആക്കിയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കുരുക്കൾ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രെസ് അടിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തത് അത് സ്പ്രെഡ് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ അതിനെ പൊട്ടിക്കാതിരിക്കുകയും പിന്നെ അത് ലീവ് ചെയ്യുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാതിരിക്കാനും നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇത്രയും നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയർ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾ സ്ട്രെസ് ചെയ്യുകയും മോക്കുരു പൊട്ടിക്കുകയും അല്ലെങ്കിൽ മോക്കുരുനെ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്താൽ സ്കാറിങ്ങും ഹൈപ്പർ പിഗ്മെന്റേഷനും ആവും. മാത്രമല്ല മോക്കുരു സ്പ്രെഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ കെയർ അവിടെ ഫ്ലോപ്പ് ആവുകയും ചെയ്യും. മോക്കുരു പോകാനായിട്ട് നമ്മൾ സ്കിൻ കെയറിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ലോ പി എച്ചിലുള്ള സ്കിൻ കെയർ സാധനങ്ങൾ യൂസ് ചെയ്യണം. അത് പ്രത്യേകിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലെൻസേഴ്സിലൊക്കെയാണ്. രണ്ടാമതെന്ന് വെച്ചാൽ ടീ ട്രീ അടങ്ങിയ സാധനങ്ങൾ. മൂന്നാമത്തേന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ LHAs ആണ്. ഇതിനകത്ത് ലോ പി എച്ചിലുള്ള സാധനം യൂസ് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഒരു വാട്ടർ ഓയിൽ ബാലൻസിന് ലോ പി എച്ചിലുള്ള സാധനം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതൊന്ന് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെയാണ് ടീ ട്രീ നമ്മുടെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിനെ ഒന്ന് കാം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സാലിസിലിക് ആസിഡ് അതല്ലെങ്കിൽ LHA, ഇത് നമ്മുടെ ഓയിൽ ലവിങ് ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പോസിനെ പോയി അതിനെ ഒന്ന് ക്ലെൻസ് ചെയ്യുകയും അത് കാരണം ഉണ്ടാവുന്ന പിമ്പിൾസ് ഒന്ന് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോ പി എച്ചിലുള്ള സാധനങ്ങൾ, അതായത് ക്ലെൻസേഴ്സ് വേണം യൂസ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ലോ പി എച്ചിലുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്റെ ഫേവറേറ്റ് സാധനം സെറ്റാഫിലിന്റെ ജെന്റിൽ ക്ലെൻസർ. അതൊരു ലോ പി എച്ച് ആണ്. അത് നമ്മുടെ സ്കിന്നിന് വാട്ടർ ഓയിൽ ബാലൻസ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു 6.5 pH അല്ലെങ്കിൽ 5.5 pHയിലുള്ള ക്ലെൻസേഴ്സ് ആണ്. രണ്ടാമത്തെ കോസ്റെക്സിന്റെ ലോ പി എച്ച് മോർണിംഗ് ക്ലെൻസർ ഉണ്ട്. അതിപ്പോ എന്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനിലൊക്കെ നോക്കിയാൽ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസറും അങ്ങനെ വരുന്ന പി എച്ചിലുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഓവറായിട്ട് ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്യത്തില്ല, എന്നാൽ നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് ബാലൻസ് ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴും മോർണിംഗിൽ ഒരു ലോ പി എച്ചിലുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലത്. അടുത്തത് നിങ്ങളുടേത് ഒരു ഇപ്പൊ ടീനേജേഴ്സ് ആകുമ്പോൾ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നുകൾ വളരെ കുറവാണ്. അങ്ങനെ ഡ്രൈ സ്കിൻ അല്ലാതെ നിങ്ങളുടെ ഒരു നോർമൽ ഓയിലി കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ജെൽ ബേസ്ഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാം ചേച്ചി ഓൾറെഡി ഓയിലി സ്കിൻ അല്ലേ, ഇപ്പൊ മോയ്സ്ചറൈസറിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക വാട്ടർ ഓയിൽ ബാലൻസ് വേണം നമ്മുടെ സ്കിന്നിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആവുകയും മോർ ആക്നേസ് വരാനും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മളെപ്പോഴും വാട്ടർ ഓയിൽ ബാലൻസ് നിർത്തുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും കോമ്പിനേഷൻ സ്കിൻ ആയാലും ആക്നെ പ്രോൺ സ്കിൻ ആയാലും സെൻസിറ്റീവ് സ്കിൻ ആയാലും നിങ്ങൾക്ക് മോയ്സ്ചറൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫോർമുലാസിന്റെ മലേസിയ ഹൈഡ്ര വൈൽ ജെൽ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. വിത്തിൻ ബ്യൂട്ടിയുടെ ഡെയിലി ഡിയോ ജെൽ മോയ്സ്ചറൈസർ, ബാരിയർ റിപ്പയർ ജെൽ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ഫോക്സ്ടെയിലിന്റെ ജെൽ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. ഒരു ബ്ലൂ ബോട്ടിലാണ്. അടുത്തെന്ന് വെച്ചാൽ പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. റിക്വലിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. മിനിമലിസ്റ്റിന്റെ 0.3% സെറമൈഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. പ്ലമ്മിന്റെ ഗ്രീൻ ടീ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. ഡോട്ട് ആൻഡ് കീയുടെ 72 hour ഹൈഡ്രേറ്റിംഗ് ജെൽ മോയ്സ്ചറൈസറും നല്ലൊരു ഓപ്ഷനാണ്. അടുത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്
സിറത്തിന്റെ ആവശ്യമുണ്ടോന്ന്. ബേസിക്കലി ടീനേജേഴ്സിന് സിറത്തിന്റെ ആവശ്യമില്ല, ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. പക്ഷേ ഇപ്പൊ എൻ്റെ അടുത്ത് പറയും, ചേച്ചി എന്നാലും എനിക്ക് സിറം വേണം. അതായത് നിങ്ങളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഇനഫ് ഹൈഡ്രേഷൻ കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഒരു സിറം യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ മാത്രം, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ സിറത്തിന്റെ ആവശ്യം നിങ്ങൾക്കുള്ളൂ. അല്ലാണ്ട് അനാവശ്യമായിട്ട് എല്ലാ സിറംസും കൂടെ വലിച്ചു വാരി സ്കിൻ കെയറിലോട്ട് അഴിയേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ സിറം എന്നൊക്കെയാന്ന് വെച്ചാൽ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ്. കാരണം നിങ്ങൾക്ക് റിങ്കിൾസോ ഹൈപ്പർ പിഗ്മെന്റേഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറത്തിന്റെ ആവശ്യമുണ്ട്. അത് ഒരു 18 ഇയേഴ്സിന് എബോ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ സിറത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ വരുമ്പോൾ നിങ്ങൾ ആക്നെയൊക്കെ എങ്ങനെ പൊട്ടിക്കാതിരിക്കാം, അതിനെങ്ങനെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ലീവ് ചെയ്യാതിരിക്കാം എന്നുള്ള സംഭവങ്ങൾ നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ. എന്നാലും നിങ്ങൾക്ക് സിറംസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഹൈഡ്രേറ്റിംഗ് അല്ലെങ്കിൽ സ്കിൻ ബാരിയർ റീസ്റ്റോർ ചെയ്യുന്ന കുറച്ച് സിറംസ് പറഞ്ഞുതരാം. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ വിത്തിൻ ബ്യൂട്ടിയുടെ ബാരിയർ റിപ്പയർ സിറം ഒരെണ്ണം ഉണ്ട്, അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡെർമക്കോയുടെ സ്നെയിൽ മ്യൂസിന് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ കോസറെക്സിന്റെ സ്നെയിൽ മ്യൂസിനും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നയാസിനമൈഡ് 5% യൂസ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരിക്കലും പറയാത്തതാണ്. എന്നാലും നിങ്ങൾക്ക് ഒരു ഹൈഡ്രേഷൻ വേണമെന്ന് തോന്നിയാൽ നമുക്ക് വേണമെങ്കിൽ ആ 5% നയാസിനമൈഡ് സെറം യൂസ് ചെയ്യാം. വിറ്റാമിൻ സിയിലുണ്ട് 5% നയാസിനമൈഡ് സെറം, സുഗന്ധയിലുണ്ട് 5% നയാസിനമൈഡ് സെറം, ഡെർമക്കോയിലുണ്ട് 5% നയാസിനമൈഡ് സെറം, പ്ലമ്മിലുണ്ട് 5% നയാസിനമൈഡ് സെറം. അടുത്തത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഓയിൽ പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലായിരിക്കും. അതിന് നമുക്കിപ്പോൾ സാലിസിലിക് ആസിഡ് സിറമോ ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ നമുക്ക് ടീനേജേഴ്സിന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും ബെസ്റ്റ് ഫേസ് വാഷ് ആണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സാലിസിലിക് ആസിഡ് അതായത് LHA ഫേസ് വാഷ് സെലക്ട് ചെയ്യും. ഇത് ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് 2 ദിവസത്തിലൊരിക്കലും ഒരു നൈറ്റിൽ മാത്രം അങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ മതി. ഞാൻ നൈറ്റിൽ മാത്രം പറയത്തില്ല, 2 ദിവസത്തിലൊരിക്കലൊക്കെ യൂസ് ചെയ്യാൻ പറയത്തുള്ളൂ. എന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മുടെ മറ്റേ ക്ലെൻസേഴ്സിലോ PH ക്ലെൻസേഴ്സിലോ അത് യൂസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സാലിസിലിക് ആസിഡ് ഫേസ് വാഷസ് ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ ഫോക്സ്റ്റൈലിന്റെ സാലിസിലിക് ആസിഡ്, ഡെർമക്കോയുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, അല്ലെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ആക്നെ സ്ക്വാഡിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, പ്ലമ്മിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഒക്കെ നല്ല ഓപ്ഷനാണ്. പക്ഷേ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ ഒരിക്കലും പറയത്തില്ല. ആൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ 2-3 ദിവസത്തിലോ ഒരിക്കലും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. കാരണം ടീനേജേഴ്സ് ആണ്, ചിലപ്പോൾ ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അടുത്തതാണ് ടീനേജേഴ്സിന് വിറ്റാമിൻ സി സിറം വേണമോ എന്നുള്ള സംശയം. ടീനേജേഴ്സിന് വിറ്റാമിൻ സി സിറത്തിന്റെ ആവശ്യമേ ഇല്ല. ഇൻ കേസ് നിങ്ങൾക്ക് വിറ്റാമിൻ സി വേണമെങ്കിൽ നിങ്ങൾക്ക് ടോണേഴ്സിന്റെ രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പ്ലമ്മിന്റെ വിറ്റാമിൻ സി ടോണർ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബയോക്യൂളിന്റെ വിറ്റാമിൻ സി ടോണർ, അതല്ലെങ്കിൽ റിക്വലിന്റെ വിറ്റാമിൻ സി ടോണർ, ക്വിഞ്ചിന്റെ വിറ്റാമിൻ സി ടോണർ, അതല്ലെങ്കിൽ പിൽഗ്രിമിന്റെ വിറ്റാമിൻ സി ടോണർ ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ്. ഇനി നിങ്ങൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡബിൾ ക്ലെൻസിങ് ഇമ്പോർട്ടന്റ് ആണ്. എനിക്കറിയാം ടീനേജേഴ്സ് മേക്കപ്പ് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ എല്ലാവരും ചെറിയ രീതിയിൽ BB ക്രീമും CC ക്രീമും ഒക്കെ യൂസ് ചെയ്യുന്നതല്ലേ. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡബിൾ ക്ലെൻസിങ് എന്തായാലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ഏറ്റവും നല്ല ക്ലെൻസിങ് ഓയിൽസ് ഏതൊക്കെയാന്ന് നോക്കിയാൽ പ്ലമ്മിന്റെ ക്ലെൻസിങ് ഓയിൽ, അല്ലെങ്കിൽ ഫേസ് ഷോപ്പിന്റെ ക്ലെൻസിങ് ഓയിൽ, സുഗന്ധയുടെ ക്ലെൻസിങ് ഓയിൽ, അല്ലെങ്കിൽ BHCയുടെ ക്ലെൻസിങ് ഓയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഡീകൺസ്ട്രക്റ്റിന്റെ ക്ലെൻസിങ് ബാമും ഒക്കെ നല്ല ഓപ്ഷനാണ്. ഇനി അടുത്ത വരുന്നതെന്ന് വെച്ചാൽ മിസലർ വാട്ടർ യൂസ് ചെയ്യാമോ എന്നാണ്. മിസലർ വാട്ടർ യൂസ് ചെയ്യാം, പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് സ്കിന്നിനെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അതല്ലാതെ മിസലർ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇനി സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പിമ്പിൾസ് ഒക്കെ വരുന്ന സ്കിന്നാണ്. അപ്പൊ നമ്മൾ പിമ്പിളൊക്കെ അങ്ങനെ ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൺ ഡാമേജ് കാരണം നമ്മുടെ ഓൾറെഡി സ്കിൻ ബാരിയർ ബ്രോക്കൺ ആയിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ സൺസ്ക്രീൻ മസ്റ്റ് ആണ് ടീനേജേഴ്സിന് എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ടീനേജേഴ്സിന് പ്രത്യേകം സൺസ്ക്രീൻ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും യൂസ് ചെയ്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യും. പക്ഷേ ഹെവിനെസ് കുറഞ്ഞ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. അതായത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഫോർമുല എക്സിന്റെ വിറ്റാമിൻ സി സൺസ്ക്രീൻ, അതല്ലെങ്കിൽ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ ഫ്ലൂയിഡ് ബ്രൈറ്റനിങ് സൺസ്ക്രീൻ, അതല്ലെങ്കിൽ നമ്മുടെ വിഷ് കെയറിന്റെ ജെൽ സൺസ്ക്രീൻ, അല്ലെങ്കിൽ ഡീകൺസ്ട്രക്റ്റിന്റെ തന്നെ ജെൽ സൺസ്ക്രീൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാറ്റ് ഫിനിഷ് വേണമെങ്കിൽ റിക്വലിന്റെ മാറ്റ് ഫിനിഷ് നല്ലൊരു ഓപ്ഷനാണ്. മിനിമലിസ്റ്റിന്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നമ്മുടെ അക്വലോജിക്കയുടെ വാട്ടർമെലോൺ, അല്ലെങ്കിൽ അവരുടെ ഡീടാൻ റേഞ്ച്, അതല്ലെങ്കിൽ അവരുടെ ഗ്ലോയി റേഞ്ച് ഇല്ലേ മറ്റേ വിറ്റാമിൻ സി, അതല്ലെങ്കിൽ അവരുടെ കോക്കനട്ട് റേഞ്ച്, ഇതെല്ലാം നല്ല ഓപ്ഷൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ടിൻറ്റഡ് എഫക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെർമക്കോയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ നല്ലതാണ്. അതല്ലെങ്കിൽ ഡെർമക്കോയുടെ തന്നെ ഹൈൽഡ്രോണിക് ആസിഡ് സൺസ്ക്രീനും നമ്മുടെ ഡ്രൈ ഓയിലി സ്കിൻകാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജെൽ ടൈപ്പ് സൺസ്ക്രീൻ വേണമെങ്കിൽ നല്ല ഓപ്ഷനാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു, ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഇനി എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യം നോക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ മോക്കുരു പൊട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ മോക്കുരു പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നികത്താനായിട്ട് നടക്കേണ്ടി വരും. ഞാനൊക്കെ മോക്കുരു പൊട്ടിച്ചിട്ടുണ്ട്,
പിന്നെ കുറെ കഷ്ടപ്പെട്ടാണ് പിന്നെ ചെറിയ ചെറിയ പൊട്ടിക്കലായത് കൊണ്ട് വലിയ രീതിയിൽ അത് അഫക്ട് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് സ്കാറിങ് വിടും, അതുകൊണ്ട് ഒരിക്കലും പൊട്ടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ഇപ്പൊ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ്. മാക്സിമം അങ്ങനത്തെ സാധനങ്ങളൊന്നും സ്കിന്നിലോട്ട് ട്രൈ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും സെറംസ്, കോജിക് ആസിഡ് സെറം, ആൽഫ ആർബിറ്റിൻ സെറം, അതല്ലെങ്കിൽ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് സെറം, സാലിസിലിക് ആസിഡ് സെറംസ്, അതല്ലെങ്കിൽ പെപ്റ്റൈഡ്സ്, റെറ്റിനോൾസ്, നമ്പർ ഓഫ് സെറംസ് നമുക്ക് കാണാൻ കിട്ടും മാർക്കറ്റിൽ. അതൊന്നും നിങ്ങൾക്ക് വേണ്ട. പ്രത്യേകിച്ച് ഗ്ലൂട്ടാത്തയോൺ സെറംസിന്റെ ഒന്നും ആവശ്യമേ ഇല്ല നിങ്ങളുടെ സ്കിന്നിന്. പിന്നെ കൊളാജിൻ സെറംസ്, ഇതൊന്നും നമുക്കിപ്പോ വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് അടുത്താണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓയിലി സ്കിൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് സെബേഷ്യസ് ഫിലമെന്റ്സ്, അതല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ പോസ് ഒക്കെ കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നോസ് സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ ചാർക്കോൾ മാസ്കിലോട്ടൊക്കെ പോകാൻ ശ്രദ്ധിക്കും. പിന്നെ നമുക്ക് ഇപ്പൊ ടീനേജ് ടൈം ആയതുകൊണ്ട് ഗിമിക്കുകൾ നോക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന സാധനമാണ്. സോ ഇതൊന്നും യൂസ് ചെയ്യരുത്. കാര്യം എന്തെന്ന് വെച്ചാൽ ഫിലമെന്റ് മാത്രമല്ല, അതായത് നിങ്ങൾ സെബേഷ്യസ് ഫിലമെന്റ് അല്ലെങ്കിൽ നിങ്ങൾ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് മാത്രമല്ല ഈ നോസ് സ്ട്രിപ്പുകളിലൂടെയും ചാർക്കോൾ മാസ്കുകളിലൂടെയും പോകുന്നത്, നിങ്ങളുടെ സ്കിൻ ബാരിയറും കൂടെയാണ്, നിങ്ങളുടെ നാച്ചുറൽ ബാരിയറും കൂടെയാണ് പോകുന്നത്. മോക്കുരു കൂടാനേ പോകുന്നുള്ളൂ. അടുത്തത് മേക്കപ്പ് വൈപ്സുകൾ അല്ലെങ്കിൽ വെറ്റ് വൈപ്സുകൾ. ഡെഫിനറ്റ്ലി നമ്മുടെ ബാഗിലൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, മണമൊക്കെ ഉള്ളതുകൊണ്ട്. സോ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും യൂസ് ചെയ്യരുത്. കാര്യം നമ്മൾ മേക്കപ്പ് വൈപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്യും. അപ്പൊ നിങ്ങളൊരു ചേച്ചി ഓൾറെഡി നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ കാരണമല്ലേ നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്, സ്ട്രിപ്പ് ഔട്ട് ചെയ്താൽ എന്താ പ്രശ്നം? സ്ട്രിപ്പ് ഔട്ട് ചെയ്താൽ വീണ്ടും എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആവും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഓൾറെഡി തെറ്റിദ്ധാരണയുണ്ട് നമുക്ക് ഇനഫ് ഓയിൽ പ്രൊഡക്ഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ കൂടുതലായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ ഓയിൽ സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എക്സസീവ് ഓയിൽ ആവാനേ പോകുന്നുള്ളൂ. അപ്പൊ അത് വേണ്ട. പിന്നെ ഫേസ് ഒരു 2 നേരമൊക്കെ മാക്സിമം വാഷ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരുപാട് ടൈം ഔട്ട്ഡോർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതായത് ഗെയിം ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് കഴുകുക, ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യും, പ്രത്യേകിച്ച് മേക്കപ്പ് ടൂൾസുകളൊക്കെ അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഓൾറെഡി നിങ്ങളുടെ ആക്നെ പ്രോൺ സ്കിന്ന്, ഓയിലി സ്കിന്നൊക്കെ ആയിരിക്കും. ഫ്രണ്ട്സിന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, പിന്നെ അവർ പ്രോപ്പറായിട്ട് നിങ്ങളുടെ മേക്കപ്പ് ടൂൾസ് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല, അവരുടെ മേക്കപ്പ് ടൂൾസ് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മോക്കൊരു ഇൻക്രീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ DIYs, ടീനേജേഴ്സിന്റെ ടൈമിലാണ് പ്രത്യേകിച്ച് അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ DIY ഒക്കെ നമുക്ക് ചെയ്തു തരാനായിട്ട് തോന്നുന്നത്. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് DIYക്ക് വേണമെങ്കിൽ അലോവേര ജെല്ലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം, മഞ്ഞപ്പൊടിയും പാലും ഒക്കെ വല്ലപ്പോഴും 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഫേസിൽ ഇടുന്നതുകൊണ്ട് തെറ്റില്ല. അല്ലാണ്ട് ഡെയിലി മഞ്ഞപ്പൊടി ഇട്ട് കുളിക്കല്, ഡെയിലി കടലമാവ് ഇട്ട് കുളിക്കല്, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിക്കോ. സ്കിൻ ബാരിയർ ഡാമേജ് ആകും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സ്കിൻ ഡെയിലി എക്സ്ഫോളിയേറ്റ് ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഒരു ലെയർ ഉണ്ട് നമ്മുടെ സ്കിന്നിൽ, അത് സ്ട്രിപ്പ് ഔട്ട് ആകും, അത് നശിച്ചു പോകും. അത് കാരണം നമുക്ക് കുരുക്കൾ വരാൻ ചാൻസ് കൂടുതലാണ്. ഏറ്റവും വലിയ വിക്ടിം ഞാനാണ്. എനിക്ക് സോപ്പ് അലർജി ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സോപ്പ് അലർജിയാണ്, ഡെയിലി കടലമാവിട്ട് കുളിക്കുക. ഡെയിലി കടലമാവിട്ട് കുളിച്ചു. അത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബാക്ക് ആക്നെ ഭയങ്കര എക്സ്ട്രീംലി ഉണ്ട്. പിന്നെ ഡോക്ടറിനെ കണ്ട് കാര്യം മനസ്സിലായപ്പോഴാണ് കാര്യം ഇതാണ് സംഭവം എന്ന് മനസ്സിലായത്. അപ്പൊ നിങ്ങൾക്ക് ബാക്ക് ആക്നെ ഉണ്ടെങ്കിൽ സെറ്റാഫിലിന്റെ തന്നെ സോപ്പ് വാങ്ങിക്കാൻ കിട്ടും, അതല്ലെങ്കിൽ ബെൻസോൾ പെറോക്സൈഡിന്റെ സോപ്പ് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മോക്കുരു ഒക്കെ എക്സ്ട്രീം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഡെർമാക്കിനെ പോയി കാണേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആക്നെ സ്കാറിങ് വരാതിരിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് ടീനേജ് സ്കിൻ കെയർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഒരു ഡെർമാക്കിനെ കാണുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡൂസും ഡോൺസും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ അടുത്തെന്ന് വെച്ചാലും നിങ്ങൾക്ക് ഇനഫ് ആയിട്ട് ഫുഡ് കഴിക്കുക. സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടി വിറ്റാമിൻ സിയെക്കാളും നല്ലത് നല്ല ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സൺസ്ക്രീൻ മാക്സിമം റീഅപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. പുറത്ത് കളിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് വിയർക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ലിപ്പിൽ SPF ഉള്ള ലിപ് ബാംസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ SPF ലിപ് ബാം നല്ലൊരു ഓപ്ഷനാണ്. ഡോട്ട് ആൻഡ് കീയുടെ SPF ലിപ് ബാം നല്ലൊരു ഓപ്ഷനാണ്. സെബാബെഡിലെ ലിപ് ബാം, ഡീകൺസ്ട്രക്റ്റിന്റെ SPF ലിപ് ബാം ഉണ്ട്. ഫിഷ് കെയറിന്റെ ലിപ് ബാമിലൊക്കെ SPF ഉള്ളതാണ്. പിന്നെ എൻഫെൻ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ഉണ്ട്, അതിനകത്തും SPF ഇല്ലാന്ന് അവർ എഴുതിയിട്ടില്ല, പക്ഷെ അതിനകത്ത് SPF ഉള്ള ലിപ് ബാംസുകളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ലിപ് ബാമും കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ എപ്പോഴും മിനിമൽ ആയിട്ട് നിർത്താനും പറ്റും,
നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നും ബാരിയറിന് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് എപ്പോഴും മിനിമൽ ആയിട്ടുള്ള സ്കിൻ കെയർ മതി. ആക്മോക്കുരു ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലോ പി എച്ച് ഉള്ള ക്ലെൻസേഴ്സ് ഡെയിലി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു വിറ്റാമിൻ സി ടോണർ, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇനഫ് മതി. പിന്നെ നിങ്ങൾക്ക് ആഡ് ഓൺ വീണ്ടും ഡ്രൈനെസ്, നിങ്ങൾക്ക് വീണ്ടും ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെറം ഒന്ന് ആഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് നയാസിനമൈഡ് സെറത്തിന്റെ വിറ്റാമിൻ സി സെറത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ വിറ്റാമിൻ സി ടോണേഴ്സ് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ ടീനേജേഴ്സിന് സ്കിൻ കെയറിലെ ഡൂസും ഡോൺസും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. പിന്നെ ഓൾറെഡി നമ്മൾ ടീനേജേഴ്സിന് സ്കിൻ കെയർ റൊട്ടീനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഞാൻ ഐക്കാർഡ് കൊടുക്കാം, അതും കൂടെ ഒന്ന് കണ്ടാൽ ഒരുവിധം നിങ്ങളുടെ കൺസേൺസ് ഒക്കെ മാറുമെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. ഇനിയെങ്കിൽ വീണ്ടും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് ട്യൂസ്ഡേയുടെ Q&A തീർക്കാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടല്ല ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.